നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? എത്രത്തോളം അവർ നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ കുറേ പേരെങ്കിലും ഒരു സെപ്പറേഷനിൽ തന്നെ ആണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അധിക നാളൊന്നും നീണ്ടു പോവില്ല. ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വന്നത് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ തന്നിട്ടുള്ള ഒരു സെപ്പറേഷൻ ആവാനാണ് ഒരു സാധ്യത കാണുന്നത്. കാരണം നിങ്ങൾ കുറേ പേരെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഉള്ളവരാണ് എന്നുള്ളതാണ്. ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഡിവൈൻ ടൈം ഉടനെ തന്നെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ കൂടുതൽ പേർക്കും ഒരു സെപ്പറേഷൻ വന്നത് പോലും നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ വാല്യൂസ് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരുപാട് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരുപാട് വാല്യൂസ് അവർക്ക് മീൻസ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഒരു വാല്യൂവും കൊടുക്കാത്ത പല കാര്യങ്ങളും ഇപ്പോൾ ഓർത്തു നോക്കുമ്പോൾ എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു എന്നൊക്കെ തന്നെ അവർ റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് അന്നൊക്കെ ചിലപ്പോൾ ഒരുപാട് പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടായിരിക്കാം. ഭയങ്കര സില്ലിയായിട്ടൊക്കെ എടുത്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ അവരുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു എന്നൊക്കെ തന്നെ അവർക്ക് തോന്നുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഇത്രയധികമായിട്ട് നിങ്ങളെ അവർ മിസ് ചെയ്യുമെന്നോ, ഇത്രയധികമായിട്ട് അവരെ പോലും മറന്നുകൊണ്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കുമെന്നോ ഒന്നും തന്നെ അവർക്ക് തന്നെ ഒരു ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു സെപ്പറേഷൻ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾ പരസ്പരം ഒരു വാല്യൂസ് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഒരു അവസരം പോലെയാണ് ഈ ഒരു സെപ്പറേഷൻ പലർക്കും വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഒരു സെപ്പറേഷൻ ആണെന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റീഡിങ്ങിൽ അങ്ങനെയാണ് ഇവിടെ കിട്ടുന്നത്. അവരായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ പരസ്പരം ഒന്നിച്ച് അതിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു കംപ്ലീഷൻ നിങ്ങളുടെ ലൈഫിൽ വരൂ എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ വ്യക്തിക്കായിക്കോട്ടെ കൂടുതലായിട്ടും ഒരു വ്യക്തത വരുന്നതും ആ ഒരു കാര്യത്തിലാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും തന്നെ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പരസ്പരം സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് ഇനി പോയാൽ ഒരു 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 പെട്ടെന്ന് തന്നെ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് പോസിബിൾ ആവാനുള്ളൊരു സാധ്യത കൂടി ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു മിറർ സെൽഫ് കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ കുറേ പേർക്കെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം ആണെന്നൊരു കാര്യം വീണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു മിററിംഗ് പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത്. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരുപാട് പേര് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിലായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ തർക്കം ഉണ്ടായിട്ടുണ്ടാവാം. ഒരു കോൺഫ്ലിക്റ്റ് പോലെയൊക്കെ വന്ന് അതിൻ്റെ പേരിൽ പിണങ്ങുന്നു ഇണങ്ങുന്നു അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് കാണുന്നുണ്ട്. എന്നാലും ഈ ഒരു എത്ര സെപ്പറേഷൻ എത്ര നീണ്ടു നിന്നാലും നിങ്ങൾക്ക് വീണ്ടും ഒരു റിയൂണിയൻ ഉണ്ടാവുന്നവരെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രയാസമാണ്. മനസ്സിനൊരു ഒരു സമാധാനമില്ലായ്മ. എത്രയും പെട്ടെന്ന് ഇൻ കേസ് നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും രണ്ടുപേരും ഒരുപോലെ തന്നെ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു റിലേഷൻഷിപ്പിലായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ ഒരു പിണക്കം വന്ന് വീണ്ടും മിണ്ടി തുടങ്ങുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് പിണങ്ങിയെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ അത്രത്തോളം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പിന്നെയും മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മിററിംഗ് എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് രണ്ടുപേരും കുറേ പേരെങ്കിലും ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം എനർജി ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഒരു മിററിംഗ് പോലെ തന്നെ നിങ്ങൾക്കും അവർക്കുമൊക്കെ സെയിം ഫീലിങ്സ് ആണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ യുവർ ഹാർട്ട് എന്നുള്ളൊരു കാർഡും യുവർ വർത്തി ഓഫ് ലവ് എന്നുള്ളൊരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു പ്രണയത്തിന് അർഹനാണ്, നിങ്ങൾ അർഹയാണ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സ്നേഹമായിക്കോട്ടെ ഭയങ്കര ജെനുവിൻ ആയിരുന്നു, പ്യുവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അവരുടെ സ്നേഹത്തിനും അർഹനാണ് എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻസ് പറയുന്നത് ഒരുപാട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോഴൊക്കെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു സെപ്പറേഷനാണ് എന്തിൻ്റെ പേരിലായിക്കോട്ടെ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഓവർതിങ്ക് ചെയ്തൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ തോന്നുമായിരിക്കും ഇനി എങ്ങനെയാണ് ഒരു റിയൂണിയൻ പോസിബിൾ ആവുന്നത്, ഇനി പറ്റില്ല എന്നൊക്കെ ഓർത്ത് നിങ്ങൾ തന്നെ ഒരുപാട് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് എന്നുള്ളതാണ്. എത്ര തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കൂടിച്ചേരാൻ സാധിക്കും, ഇനി മുന്നോട്ട് ഒന്നിച്ച് പോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഇത് യൂണിവേഴ്സൽ സയൻസ് ഒക്കെ തന്നെ കാണുന്നുണ്ടായിരിക്കാം. വൈറ്റ് ബട്ടർഫ്ലൈസ് ആയിക്കോട്ടെ, വൈറ്റ് ഫീതേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള യൂണിവേഴ്സൽ സയൻസ് ഒക്കെ തന്നെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കാം.
അതൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് സൂചിപ്പിക്കുന്നത്. സോ അതൊക്കെ തന്നെ ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ പേരും കാണാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ അവരുടെ മനസ്സിൽ എത്രത്തോളം നിങ്ങൾക്ക് വാല്യൂ ഉണ്ട്, അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഇതൊരു മിററിംഗ് പോലെയാണ്. സോ നിങ്ങൾ എത്രത്തോളം അവരെ ഇഷ്ടപ്പെടുന്നുണ്ടോ സെയിം രീതിയിൽ, അല്ലെങ്കിൽ അതിലുപരിയായിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അത്തരം ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾ കുറേ പേരെങ്കിലും ചിലപ്പോൾ ഒരു ഈ കോൺഫ്ലിക്ട്സ് ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വന്ന് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെയൊക്കെ ആയി പോകുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഇനിയും കണ്ടിന്യൂ ചെയ്യണോ? ദേഷ്യം കൊണ്ട് ചിലപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കുമായിരിക്കും ഇനി ഒന്ന് മൂവ് ഓൺ ആകാം, ശ്രമിക്കാം എന്നുള്ളതൊക്കെ തന്നെ. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അത് ഒരു സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരിക്കലും മൂവ് ഓൺ ആവാനൊന്നും പറ്റാണ്ട് വരുന്നുണ്ട്. അതിൻ്റെ ഇരട്ടി ശക്തിയിൽ നിങ്ങൾ ഇവരെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പിണക്കം വന്നു ഇനി ഒന്നിനും പോവില്ല എന്ന് കരുതി ഇരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഇവരുടെ സെയിം ഇവരെ പോലെ ഇരിക്കുന്നവരെ കാണും, അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ പേര് എവിടെയെങ്കിലുമൊക്കെ കാണും. ഇവരുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഭയങ്കരമായിട്ട് തന്നെ ഇവരുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു കാര്യമൊക്കെ തന്നെ ആവണം നിങ്ങൾ ഈ ഒരു സമയത്തും ഒരുപാട് റിയലൈസ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു മൂവ് ഓൺ ആവാനൊന്നും സാധിക്കില്ല എന്നുള്ളൊരു കാര്യം തന്നെ. സോ അതൊക്കെ തന്നെ അത്ര ശക്തിയായിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പോലും അവരും ഇതുപോലെ തന്നെ ആവാനുള്ള ഒരു സാധ്യതയാണ്. കാരണം ഇവിടെ ഒരു ട്വിൻ ഫ്ലെയിം ഈസ് നിയർ കാർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, മിറർ സെൽഫ് കാർഡ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഒരു മിററിംഗ് പോലെയൊക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കൂടുതലും സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് പോലും അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു എനർജി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഈഗർലി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ടു ഓഫ് വാണ്ട്സിൻ്റെ ഒരു എനർജി സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഡെവിൽ കാർഡ് ഇട്ടിട്ടുണ്ട്. ഒരു ഫിസിക്കലി ഒക്കെയുള്ളൊരു അട്രാക്ഷൻ ആയിക്കോട്ടെ, ഒരു ഫിസിക്കൽ പ്രസൻസ് ആയിക്കോട്ടെ, ഒക്കെ തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഡ്രീമിൽ പോലും നിങ്ങളെ കാണുന്നുണ്ടായിരിക്കാം. അവർ സ്വപ്നങ്ങളിൽ പോലും നിങ്ങളെ കാണുന്നുണ്ടായിരിക്കാം. ഒരു പകൽ സമയത്ത് പോലും നിങ്ങളെ ഒരു സ്വപ്നം പോലെ തന്നെ അവർ ഇമാജിൻ ചെയ്ത് തന്നെ ഇനി അങ്ങോട്ടുള്ള ഓരോ മൊമെൻറ്റും ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഇമാജിൻ ചെയ്ത് തന്നെ നിങ്ങളെ ഓർക്കുന്നുണ്ടായിരിക്കാം. ഇമാജിനേഷനിലൂടെ തന്നെ അങ്ങനെ അത്തരം ഒരു ഓർമ്മകളിലൂടെയൊക്കെ തന്നെ അവർ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി ആണെങ്കിലും അവരിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവർ റിയലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യം, നിങ്ങളായിരുന്നു അവരുടെ ഒരു വെളിച്ചം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളാണ്. ഇപ്പോൾ നിലവിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കുറവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്തൊന്നും തന്നെ അവരുടെ ലൈഫിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള, അവരുടെ മനസ്സിനെ 100% സന്തോഷിപ്പിക്കാൻ പാകത്തിനുള്ള ആരും തന്നെ അവരുടെ ചുറ്റിനും ഇല്ല. ഒരുപാട് പേര് ചുറ്റിനും ഉണ്ടെന്നുണ്ടെങ്കിലും അവരിൽ നിന്നൊന്നും തന്നെ അവർക്കൊരു സന്തോഷമോ ഒന്നും തന്നെ നിങ്ങൾ കൊടുത്ത രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവർ മനസ്സ് നിറഞ്ഞ് ചിരിച്ചതുപോലെ ഒന്നും തന്നെ അവർക്ക് അത്തരം ഒരു രീതിയിൽ ഒരു സന്തോഷം കണ്ടെത്താൻ ഒന്നും തന്നെ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഒരു റിയലൈസേഷൻ ആണ് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നത്. അതുപോലെ 5 മന്ത്സിന് എനർജി ആണെങ്കിലും ഈ ഒരു സമയത്ത് ചിലപ്പോൾ അവർ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കണം നിങ്ങളിലേക്ക് എത്താനായിട്ടും ഒക്കെ തന്നെ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ എന്തൊക്കെയോ ചില തടസ്സങ്ങൾ കാരണം പരാജയപ്പെടുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. എന്നാലും അവർ വീണ്ടും ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് വരാനായിട്ട് ഒരു ശ്രമം നടത്തുന്ന പോലെയുള്ള ഒരു എനർജിയാണ് ഇവിടെ ക്ലാരിഫൈ ചെയ്ത സമയത്തും കിട്ടിയിട്ടുള്ളത്. ഓക്കെ.